നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ കിണറുകളിൽ പല ടൈപ്പ് പമ്പുകൾ വെച്ചിട്ടുണ്ടാവും. വെള്ളത്തിനകത്തിടുന്ന പമ്പുണ്ട്, പുറത്ത് വയ്ക്കുന്ന പമ്പുകളുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിനകത്തിടുന്ന പമ്പുകളിൽ അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പിൽ നമ്മൾ ആരും തന്നെ അതിനെപ്പറ്റി അങ്ങനെ ബോധേഡാവാറില്ല, അല്ലെങ്കിൽ ചിന്തിക്കാറില്ല. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം വരും, അതിനപ്പുറത്ത് അവിടെ ഒരു പമ്പ് ഉണ്ടോ എന്ന് തന്നെ നമ്മൾ ആരും നോക്കാറില്ല, നമ്മളിൽ പലരും നോക്കാറില്ല. അപ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പാർട്സുകളുണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതിനായി ഇന്ന് ഒരു ക്രോംപ്ടന്റെ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ 1 HP ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ ആണ് ഇന്ന് ഡിസ്മാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായി എനിക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ഇന്ദ്രു എന്നാണ് പേര്. അപ്പോൾ ഇന്ദ്രു ഒരു ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ ആയി നിങ്ങളുടെ മുന്നിൽ. അപ്പൊ നമ്മുടെ മുന്നിൽ ഇപ്പൊ ഇരിക്കുന്നതാണ് ക്രോംപ്ടന്റെ ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ 1 HP. അതിന്റെ മോഡൽ നമ്പർ വന്നിട്ട് OWE12Z34 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു 5 സ്റ്റാർ റേറ്റഡ് പമ്പാണ്. അതായത് നമ്മുടെ പവർ കൺസപ്ഷൻ കുറവാണ്. പിന്നെ ഇത് 34 മീറ്റർ ഹെഡ് കിട്ടും. അതാണ് ഈ പമ്പിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പമ്പിന്റെ കൂടെ തന്നെ അതിന്റെ ഒരു പാനൽ ബോർഡ് കിട്ടും. പിന്നെ ഒരു ബ്ലൂ ബെൻഡ് വിത്ത് സ്റ്റെയിനർ, ഇത് ബ്ലാക്ക് ബെൻഡ് ആണ്, ബ്ലാക്ക് ബെൻഡ് വിത്ത് സ്റ്റെയിനർ കിട്ടും. പിന്നെ അതൊരു ജോയിൻ കിട്ടും. അപ്പോൾ ഇത്രയും പാർട്സ് ഇതിൻ്റെ കൂടെ കിട്ടും. പിന്നെ ഇതൊരു വാറണ്ടി കാർഡാണ്. ഇത്രയും പാർട്സുകളാണ് നമുക്ക് ഈ പമ്പിനോടൊപ്പം കിട്ടുന്ന പോർഷൻ. അപ്പോൾ നമ്മൾ മെയിൻ നമ്മുടെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഈ പമ്പ് എങ്ങനെ നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളൊരു പോർഷൻ നമുക്ക് കാണാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസ് ഉണ്ട്. ആ ടൂൾസ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ടൂൾസ് വരുമ്പോഴത്തേക്കും 8-ന്റെ ഒരു ടീ സ്പാനർ, 10-ന്റെ ടീ സ്പാനർ വേണം, ഒരു 10-11-ന്റെ ഡബിൾ എൻഡ്, ഒരു 10-11-ന്റെ റിങ്, 12-13 ഒരു ഡബിൾ എൻഡ്, ഒരു 14-ന്റെ ബോക്സ് സ്പാനർ, ഒരു ചിസിൽ വേണം, ഒരു ഹാമർ വേണം, ഒരു സ്ക്രൂ ഡ്രൈവർ. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പമ്പിന്റെ പാർട്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇത് നമ്മുടെ കേസിംഗ് എന്ന് പറയും, ഡൂം എന്ന് പറയും കേസിംഗ്. ഈ പോർഷനാണ് സക്ഷൻ സൈഡ്. സക്ഷൻ മീൻസ് വെള്ളം ഇതുവഴിയാണ് അകത്ത് കയറുന്നത്. നേരത്തെ കണ്ട ആ ബെൻഡ് നമ്മൾ ഇവിടെയാണ് പിടിപ്പിക്കുന്നത്. വെള്ളം പിടിപ്പിച്ചിട്ട് നമ്മൾ ഇതുവഴി സക്ഷൻ എടുക്കും. ഇതുവഴിയാണ് പുറത്ത് ഡെലിവറി പോകുന്നത്. അപ്പോൾ ഈ പമ്പിന് ബേസിക്കലി 2 പാർട്സ് ഉണ്ട്. ഒരു ഇലക്ട്രിക്കൽ പാർട്ട് ഉണ്ട്, ഒരു മെക്കാനിക്കൽ പാർട്ട്. ഇത് ശരിക്കും ഇത് ഇലക്ട്രിക്കൽ മോട്ടോർ പോർഷൻ, ഇത് വന്നിട്ട് നമ്മുടെ പമ്പിന്റെ പോർഷൻ. ഇതാണ് 2 പോർഷൻസ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റീൽ പോർഷനിൽ കാണും, ഇതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി പമ്പാണ്, സ്റ്റീൽ ബോഡി പമ്പാണ്. പക്ഷേ നമ്മുടെ കേസിങ്ങും എൻഡ് കവറും, ഇത് ബാക്ക് സൈഡിലുള്ളത് എൻഡ് കവറാണ്, ഫ്രണ്ടിലുള്ളത് സെക്ഷൻ സൈഡാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ പമ്പാണ്. ഈ ഇടയ്ക്കുള്ള പോർഷനാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇത് നമ്മുടെ വൈൻഡിങ് പോർഷൻ, ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോർഷനുള്ളിലാണ് വൈൻഡിങ് പോർഷൻ വരുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് ആൻഡ് ബാക്ക് കവർ നമ്മൾ കപ്പിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഈ കണക്റ്റിംഗ് റോഡ് വരും. പിന്നെ ഇവിടെ 2 ഹുക്ക് കാണാൻ പറ്റും. ഈ ഹുക്കിലാണ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ടത്. അപ്പോൾ ഇതൊരു വാട്ടർ കൂൾഡ് പമ്പാണ്. ഈ വാട്ടർ കൂൾഡ് പമ്പിൽ നമ്മൾ കൂളിങ്ങിന് വേണ്ടി ക്ലിയർ വാട്ടറാണ് ഒഴിക്കേണ്ടത്. നമ്മൾ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ഉണ്ട്, അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്രോംപ്ടന്റെ ഈ പമ്പിനുള്ളിൽ വാട്ടർ ഫില്ല് ചെയ്താൽ വരുന്നത്, ഇതൊരു ഗ്ലിസറിൻ വാട്ടർ ഫില്ല് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വാട്ടർ കൂൾഡ് പമ്പാണ്. അപ്പോൾ ഇതിൽ ഓൾറെഡി പമ്പ് വാട്ടർ ഫില്ല് ചെയ്താണ് ഈ പമ്പിൽ വരുന്നത്. നമുക്ക് ഈ പമ്പിന്റെ വെള്ളം ആദ്യം ഡിസ്മാൻഡിൽ ചെയ്ത് ഇത് കളയണം, അല്ലെങ്കിൽ ഇത് ഫുൾ കൂടെ ആവും. അപ്പോൾ നമുക്കിത് വെള്ളം കുറച്ച് തുറന്ന് കളയാം. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കാണാം, ഇതിനകത്ത് ഒരു പച്ച കളർ നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ശരിക്കും ഗ്ലിസറിൻ വാട്ടർ. അപ്പോൾ ഇത് റസ്റ്റ് ഫോർമേഷൻ ആകാതിരിക്കാൻ വേണ്ടി കമ്പനിയിൽ നിന്ന് ഒഴിച്ചു വരുന്ന വെള്ളമാണ്. നോർമൽ വാട്ടർ, എന്നാൽ ചില കമ്പനികളിൽ അത് വെള്ളം ഒഴിക്കാതെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോർമൽ വാട്ടർ ഒഴിച്ചാലും മതി. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിക്സിംഗ് ടൈമിൽ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിന്റെ കേസിങ് ഇളക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു 10ന്റെ സ്പാനർ വേണം. ഇതൊന്ന് വഴി അപ്പോൾ ഈ 10ന്റെ സ്പാനർ വെച്ച് നമുക്ക് ഇതിന്റെ ഈ 4 ബോൾട്ട് ഇളകി കഴിഞ്ഞാൽ കേസിങ് ഈസി ആയിട്ട് വരും. നമുക്ക് ശരിക്കും അതിന്റെ എഞ്ചിനീയറിംഗ് നെയിം ഒലിവ് കേസിങ് എന്നാണ് അതിന്റെ പേര്. അപ്പോൾ ഇതിന് 4 സ്ക്രൂ ഉണ്ടായിരുന്നു, 4 ബോൾട്ട് ഇളക്കി. അപ്പോൾ നമ്മളിത് കേസിങ് തട്ടി കഴിഞ്ഞാൽ കേസിങ് ഇളകി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ കേസിങ്. അപ്പോൾ ഇത് നമ്മൾ ഒളിവുഡ് കേസിങ് എന്ന് പറയും. അപ്പോൾ ഇത് സക്ഷൻ പോർഷൻ, ഇത് ഡെലിവറി പോർഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പോർഷൻ കാണാം. ഇത് പമ്പ് സൈഡിന്റെ മെയിൻ പോർഷനാണ്. ഈ 2 സാധനങ്ങൾ കേസിങ്ങും ഇതിന്റെ പേരാണ് ഇമ്പല്ലർ. ഈ റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷനാണ് ഇമ്പല്ലർ. അപ്പോൾ നമ്മൾ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ മോട്ടർ ആക്ട് ചെയ്യും. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ഇതൊരു 2800 RPM, 2800 മുതൽ 2900 RPM വരെ ഇത് വർക്ക് ചെയ്യുന്ന ഒരു ഹൈ സ്പീഡ് മോട്ടറാണ്. അപ്പോൾ ഇതിൽ ഈ ഇമ്പല്ലർ കറങ്ങും. അപ്പോൾ ഈ ഇമ്പല്ലർ പോർഷനിൽ ഇതാണ് ഐ ഓഫ് ദി ഇമ്പല്ലർ എന്ന്. ഇതുവഴിയാണ് വെള്ളം അകത്തോട്ട് കയറുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന ഇത് സെൻട്രിഫ്യൂഗൽ ഇമ്പല്ലറാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി നമ്മൾ ഡെലിവറി കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇടയ്ക്ക് ഒരു വാഷർ ഉണ്ടാവും, ഒരു ഓറിംഗ് ഉണ്ടാവും, ഒരു ബ്ലാക്ക് കളർ ഓറിങ്. ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കേസിങ്ങിന്റെ ഇടയ്ക്ക് ഇടാൻ വേണ്ടിയാണ്. അത് നമ്മൾ ലീക്ക് പ്രൂഫിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒരു ഓറിങ്. അതിനുശേഷം നമ്മുടെ ഇമ്പല്ലർ ഉണ്ട്, ഇമ്പല്ലർ ഡിസ്മാൻഡിൽ ചെയ്യുന്നത്. ഇമ്പല്ലർ നമ്മൾ ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു കീ ഉണ്ട്. ഈ കീയിലാണ് ഇമ്പല്ലർ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. കീ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ബാക്ക് പോർഷൻ നമ്മൾ പൊളിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഈ വയർ ഗാർഡ് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ എൻഡേവർ പൊളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോർഷൻ പമ്പ് പൊളിച്ചു വെച്ചായിരുന്നു. ഈ പോർഷനിൽ നമുക്ക് ഈ 4 സ്റ്റഡ് കാണാം. ഇതാണ് നേരത്തെ കണക്റ്റിംഗ് സ്റ്റഡ് എന്ന് പറഞ്ഞ കാര്യം. പിന്നെ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിൽവർ പോർഷനിൽ കാണാം സ്റ്റീൽ പോർഷൻ. ഇതാണ് നമ്മുടെ ഇതിന്റെ ത്രസ്റ്റ് പാഡ് എന്ന് പറയുന്ന ത്രസ്റ്റ് പാഡ്. അതിന്റെ ഉള്ളിൽ നമുക്കൊരു കാണാം, ഇതാണ് അതിന്റെ ബുഷ്, ബ്ലാക്ക് കളർ. അപ്പോൾ ക്രോംപ്ടണിൽ യൂസ് ചെയ്തിരിക്കുന്നത് കാർബൺ ബുഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് തേയ്മാനം അത്രത്തോളം കുറവായിരിക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഫുള്ള് CD കോട്ടിംഗ് ആണ്. ഈ ബ്ലാക്ക് പോർഷനിൽ പെയിന്റ് അല്ല, CD കോട്ടിംഗ്, കാഥോഡ് എമിഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒരു കോട്ടിംഗ് ആണ്. അത് കാരണം അത് റെസ്റ്റ് ഫ്രീ ആയിട്ടായിരിക്കും നമുക്ക് പമ്പ് ഇരിക്കുന്നത്. ശരിക്കും ഇതിന്റെ പേരെന്ന് പറയുന്നത് ബ്രാക്കറ്റ് എന്ന് പറയും. ബ്രാക്കറ്റ് എന്നാണ് ഈ ഒരു പോർഷന്റെ പേര്. അതുപോലെ നമുക്ക് ഇതിന്റെ ഈ ബ്രാക്കറ്റിന്റെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സീൽ ഉണ്ടാവും, ഓയിൽ സീൽ ഉണ്ടാവും. ഈ ഓയിൽ സീലാണ് നമ്മൾ നേരത്തെ ഈ വെള്ളം ഈ വൈൻഡിങ് പോർഷനിൽ ഒഴിച്ച വെള്ളം ഫ്രണ്ടിലോട്ട് വരാതെ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നത്. ഈ ഒരു ഓയിൽ സീൽ എന്ന് പറഞ്ഞ പോർഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത മെയിൻ പാർട്ടാണ് ഇതിന്റെ റോട്ടർ. ഇത് നോക്കിയാൽ കാണാം, ഇതൊരു കാർബൺ ത്രസ്റ്റ് പാഡാണ്. ഇത് ത്രസ്റ്റ് പാഡാണ്. പിന്നെ ഇത് SS304 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഷാഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കോർ ലെങ്ത് മെഷർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു 60 mm കോർ ലെങ്ത് നമുക്ക് ഇതിനകത്ത് ഉള്ളതായിട്ട് കണ്ടു. ഇതാണ് നമ്മുടെ സ്റ്റേറ്റർ പോർഷൻ. ഈ പമ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഹാർട്ട് സ്റ്റേറ്റർ പോർഷനാണ്. സ്റ്റേറ്റർ പോർഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റ് കളറിൽ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ വൈൻഡിങ് കോയിൽ. വൈൻഡിങ് കോയിൽ ആക്ച്വലി ഇതാണ് അതിന്റെ കോയിൽ. നമുക്ക് കാണാം ഈ അറ്റത്ത് കോപ്പർ ഉണ്ട്, അതിന്റെ പുറത്ത് വൈറ്റ് കളർ സ്ലീവ്, പ്ലാസ്റ്റിക് സ്ലീവ് കോട്ടിംഗ് ആണ്. ഇതിനകത്ത് 2 കോയിൽസ് ഉണ്ട്. ഈ ഇടേ സൈഡിൽ കാണുന്ന കട്ടി കൂടിയത് റണ്ണിങ് കോയിലും ഈ കട്ടി കുറഞ്ഞ വയർ വന്നിട്ട് സ്റ്റാർട്ടിങ് കോയിലും. അപ്പോൾ അതാണ് നമ്മുടെ ഇതിനകത്ത് ചുറ്റി വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളിലൊരു പോർഷൻ കാണാം, ഈ വൈറ്റ് കളർ പോർഷൻ, ഗ്രേ കളർ പോർഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിന്റെ സ്റ്റാമ്പിങ് എന്ന് പറയും. അത് ചെറിയ തിൻ ഷീറ്റ് അടുക്കി വെച്ച് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ സ്റ്റാമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാമ്പിങ്ങിന്റെ പുറത്താണ് നമ്മൾ ഈ വൈൻഡിങ് ചുറ്റി വെച്ചേക്കുന്നത്. ഇനി ഒരു കാര്യം പറയാൻ മറന്നു, ഇതിനകത്ത് ഒരു 3 മീറ്റർ കേബിൾ ഉണ്ട്, എക്സ്റ്റൻഷൻ. അതൊരു 3 കോർ ഫ്ലാറ്റ് കേബിൾ ആണ് ക്രോംപ്ടൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഇത് കപ്പാസിറ്റർ ലൈൻ സെപ്പറേറ്റ് ആണ്. കപ്പാസിറ്റർ ബോക്സ് സെപ്പറേറ്റ് ആയതുകൊണ്ട് 3 ലൈൻ സെപ്പറേറ്റ് ആണ് വരുന്നത്. അപ്പോൾ എപ്പോഴാണ് നമ്മളിതിൽ പവർ സപ്ലൈ കൊടുക്കുന്നത്, സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മാഗ്നറ്റൈസ് ആവും.
ഇതിന്റെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഇമ്പലർ വർക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് പുറത്തോട്ട് വെള്ളം കിട്ടും. ബേസിക്കലി നമ്മൾ കപ്പാസിറ്റർ സെപ്പറേറ്റ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പാനൽ ബോക്സ് വേണ്ടി വരുന്നത്. അതിനകത്തൊരു 16 ആംസിന്റെ MCB ഉണ്ട്, പിന്നെ ഒരു 40 MFD കപ്പാസിറ്റർ ഉണ്ട്. ഇതൊരു ABS ബോഡി പ്ലാസ്റ്റിക് ബോഡി ഒരു പാനലാണ്. ഇത്രയും പോർഷൻസ് ആണ്, ഇത്രയും പാർട്സുകളാണ് നമ്മുടെ ഈ ഒരു പമ്പിനകത്തുള്ള കമ്പോണൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റുകളായി അറിയിക്കാം. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതിലേക്കും ബൈ.